സകലത്തിലും തട്ടിപ്പ്. ശബരിമലയിലെ സർവത്ര കാര്യങ്ങളിലും തട്ടിപ്പാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണവും ചെമ്പും കർപ്പൂരവും നെയ്യും കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിലെ കട്ടിലും കിടക്കയും മാത്രമല്ല, രാഷ്ട്രപതി ശബരിമലയിൽ വന്നതിൽ പോലും അഴിമതി നടത്തിയിരിക്കുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു വനിതാ രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത്. അതിനെ മികച്ചതാക്കി മാറ്റാതെ തട്ടിപ്പ് നടത്താനുള്ള മാർഗമായിട്ടായിരുന്നു ഈ CPIMകാർ കണ്ടത്. ഇപ്പോഴിതാ ശബരിമലയുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിനും VVIP സന്ദർശനങ്ങൾക്കുമായിട്ട് കോടികൾ ധൂർത്തടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പാവപ്പെട്ട കരാറുകാരനെ ആത്മഹത്യയുടെ മുനയിൽ എത്തിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി പന്തപ്ലാക്കൽ ശിവദാസ് എന്ന കരാറുകാരനാണ് ബോർഡിന്റെ അതിക്രൂരമായ അവഗണനയ്ക്ക് ഇരയായിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിനായി 26 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാതെ ബോർഡ് ഉദ്യോഗസ്ഥർ ഒളിച്ചുകളി തുടരുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 22-നായിരുന്നു രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിയത്. രാഷ്ട്രപതി ഭവനിലെ പ്രോട്ടോകോൾ പ്രകാരം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പ്ലാൻ A, B, C വിഭാഗങ്ങളിലായി ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടിയിരുന്നത്. ആദ്യം വെറും 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മതിയെന്ന് അറിയിച്ച അധികൃതർ പിന്നീട് നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ തേക്കുതടിയിൽ തീർത്ത ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റ് ആഡംബര വസ്തുക്കളും എത്തിക്കാൻ ഇവർ ശിവദാസിനോട് ആവശ്യപ്പെട്ടു. കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്നും GST ഉൾപ്പെടെയുള്ള കൃത്യമായ ബില്ലുകളുമായി വാങ്ങിയ ഫാമിലി കട്ടിൽ, മെത്ത, ടീപോയ്, TV സ്റ്റാൻഡ്, ഫ്രിഡ്ജ്, ഓവൻ തുടങ്ങിയവയെല്ലാം ശിവദാസ് കൃത്യസമയത്ത് എത്തിച്ചു നൽകി. ഒരു മാസത്തിനകം പണം നൽകാമെന്ന ബോർഡിന്റെ ഉറപ്പിന്മേൽ പലിശയ്ക്ക് പണമെടുത്ത് സാധനങ്ങൾ എത്തിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടും മറുപടിയില്ലാതെ ഉഴലുകയാണ്. യഥാർത്ഥത്തിൽ 2014 മുതൽ ദേവസ്വത്തിന് വിവിധ മരാമത്ത് ജോലികൾ ചെയ്ത ഇനത്തിൽ 2.5 കോടി രൂപ ശിവദാസന് ബോർഡ് നൽകാനുണ്ട്. ആ പഴയ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രപതി സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ കൂടി ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. എന്നാൽ പണം ചോദിക്കുമ്പോൾ മുൻ ബോർഡിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന നിലപാടാണ് ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പണം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടും ഫയലുകൾ നീക്കാതെ ചുവപ്പുനാടയിൽ കുരുക്കിയിട്ടിരിക്കുന്നത് കമ്മീഷൻ മോഹികളായ ചില ഉദ്യോഗസ്ഥരാണ് എന്ന ആക്ഷേപം ഇവിടെ ശക്തമാവുകയാണ്. ഇവിടെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും വിയർപ്പൊഴുക്കുന്നവന്റെ പക്ഷത്ത് നിൽക്കുന്ന അവരുടെ നിലപാടുകളും നാം ഓർക്കേണ്ടത്. ഭരണകൂടങ്ങൾ സാധാരണക്കാരനെ മറക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ എന്നും കോൺഗ്രസ് മുൻപന്തിയിലുണ്ട് എന്നും ഓർക്കുക. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു ദേവാലയ ഭരണ സംവിധാനം ഒരു കരാറുകാരനെ ഇത്തരത്തിൽ വഴിയിലാക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേട് തന്നെയാണ്. ഈ അനീതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ശിവദാസിനെ പോലെയുള്ള സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകും. വിശ്വാസികളെയും വിശ്വാസത്തെയും സംരക്ഷിക്കുമെന്ന് വീമ്പ് പറയുന്നവർ പാവപ്പെട്ടവന് വിയർപ്പിന്റെ വില നൽകാതെ അവനെ വഞ്ചിക്കുന്നത് കാണാതിരിക്കാനാവില്ല. എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ പാർട്ടി ശീലിച്ചു പോയി. അല്ലെങ്കിലും ജാത്യാലുള്ളത് തൂത്താൽ തീരില്ലല്ലോ.